നമസ്കാരം. 2026 തികച്ചും ഒരു ട്രാൻസിഷണൽ ഫേസിൽ നിൽക്കുന്ന ഒരു വർഷമാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം. സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയുള്ള വാഹനങ്ങൾ വരാൻ പോകുന്നത് 2026 അവസാനത്തോടു കൂടിയാണ്. 2027 മാരുതി സുസുക്കിയുടെ ഫ്രോക്സ് എന്ന് പറയുന്ന വാഹനത്തിലൂടെ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ജനുവരി മാസത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റ കാർ നിർമ്മാണ കമ്പനികളെ കുറിച്ചിട്ടാണ്. 1 മുതൽ 10 വരെ വാഹനങ്ങൾ വിറ്റ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ജനുവരി മാസത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റ വാഹന നിർമ്മാണ കമ്പനി ഏതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സംസ്ഥാനത്ത് വളരെ പ്രതീക്ഷയോടുകൂടി തിരിച്ചു വരവിന് കാത്തിരിക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ്. വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ റീസെൻ്റ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്തു. റെനോയാണ്. റെനോയുടെ ഡസ്റ്ററൊക്കെ വന്ന കാര്യം നമുക്കറിയാം. 1.8 ഹൈബ്രിഡ് എഞ്ചിനൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് എന്താണ് എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2026 ജനുവരി മാസം റെനോ മൊത്തത്തിൽ അവരുടെ വാഹനങ്ങൾ വിറ്റ കണക്കെടുക്കുമ്പോഴത്തേക്ക് 3715 യൂണിറ്റുകളാണ് ടോട്ടൽ വിറ്റത്. ഇതൊരു അതിശയോക്തി ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. മാരുതി സുസുക്കിയുടെ ഏറ്റവും കുറവ് വിൽക്കുന്ന വാഹനങ്ങൾ തന്നെ 2000 യൂണിറ്റിന് മുകളിൽ മാസം വിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും റെനോ എന്ന് പറയുന്ന വളരെ വലിയ ഭീമൻ എന്ന് നമുക്ക് പറയാം. ഫ്രഞ്ച് വാഹന നിർമ്മാണ കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവരുടെ വാഹനങ്ങൾ ടോട്ടൽ വിറ്റ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും മാരുതി സുസുക്കിയുടെ ഒരു പർട്ടിക്കുലർ മോഡൽ വിറ്റ കണക്കിനോട് അടുത്ത് പോലും എത്തുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഡസ്റ്റർ അതിനൊരു മാറ്റമുണ്ടാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. 3715 യൂണിറ്റുകളാണ് 2026 ജനുവരി മാസം റെനോയ്ക്ക് ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ വളരെ അതിശയോക്തി ഉണ്ടാക്കാത്തൊരു ഘടകം എന്ന് പറയുന്നത് ഇവരുടെ മുൻപത്തെ മാസത്തെ സെയിലും ഈ മാസം എന്ന് പറയുന്നത് 2026 ജനുവരി മാസത്തെ സെയിലും 2025 ഡിസംബർ മാസത്തിലെ സെയിലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. 2025 ഡിസംബറിൽ അത് 3845 യൂണിറ്റുകളായിരുന്നു. 2026 ജനുവരിയിൽ ഇത് കുറച്ചൊന്ന് കുറഞ്ഞു, 3715 മാറി എന്നുള്ളതേ ഉള്ളൂ. ഒരു സ്റ്റഡി ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഡസ്റ്റർ അതിന് കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. 9ാമത്തെ സ്ഥാനത്തേക്ക് വന്ന വാഹന നിർമ്മാണ കമ്പനി JSW MG മോട്ടോഴ്സ് ആണ്. നമുക്കറിയാം, ഇലക്ട്രിക് വാഹനങ്ങളുടെ കണക്ക് എടുക്കുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും കൂടുതൽ മോട്ടോഴ്സിന് വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനി JSW MG തന്നെയാണ്. 2026 ജനുവരി മാസത്തിൽ നമ്മൾ അവരുടെ വിറ്റ് വാഹനങ്ങളുടെ ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4843 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇലക്ട്രിക് കാറുകളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോമറ്റ് പോലെയുള്ള വാഹനങ്ങളൊക്കെ നല്ല രീതിക്ക് ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. വിൻസറിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതാണ്. എന്നാൽ ഡിസംബർ 2025 6500 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ജനുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും സെയിൽ നമ്പർ കുറഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഡിസംബർ എന്നൊക്കെ പറയുന്നത് ഇയർ എൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള സെയിൽ ആ ഒരു സമയത്തുണ്ടാകും. പക്ഷേ ജനുവരിയിലേക്ക് വരുമ്പോഴത്തേക്കും സെയിൽ നമ്പർ കുറഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി 8ാം സ്ഥാനത്ത് സ്കോഡയാണ്. സ്കോഡയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈലാക്കിലൂടെയൊക്കെ ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി നല്ല രീതിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ചലനമുണ്ടാക്കി എന്നുള്ളത് വസ്തുതയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ഡിസംബറിൽ 5567 യൂണിറ്റുകൾ ടോട്ടൽ സ്കോഡയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ജനുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും 2026 ജനുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും 5739 യൂണിറ്റായിട്ട് ഉയർന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ ഒരു ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സ്റ്റേഷനറി എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 7ാം സ്ഥാനത്തുള്ള ഹോണ്ടയുടെ കാര്യങ്ങൾ കുറച്ച് കഷ്ടത്തിലാണ്. ഹോണ്ടയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ CNG കിറ്റ് ആഫ്റ്റർ മാർക്കറ്റ് എന്ന് തന്നെ പറയാം. കാരണം സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെയാണ് ഈ ഒരു CNG കിറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കമ്പനിയിൽ നിന്ന് ഫിറ്റ് ചെയ്ത് വരുന്നതല്ല. അത്തരത്തിലുള്ള മൂവ്മെൻ്റ് ഒക്കെ അമേസിലൊക്കെ കൊണ്ടുവന്നെങ്കിൽ പോലും തീർച്ചയായിട്ടും ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് കാര്യമായിട്ടുള്ള ടാക്സ് ബെനിഫിറ്റ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഹോണ്ട പിന്നോട്ട് പോയി എന്നുള്ളതാണ്. ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈബ്രിഡ് കാർസ് എന്നുള്ള രീതിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ മാറി. അതിനെ ടെക്നോളജിക്കലി വളരെ നല്ല വാഹനമാണ്. 4 സിലിണ്ടർ ഹൈബ്രിഡാണ് ഇതിനകത്ത് വരുന്നത്. അതിൻ്റെ ടെക്നിക്കൽ കാര്യം ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, 2025 ഡിസംബർ മാസത്തിൽ 5807 യൂണിറ്റുകളാണ് ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞതെങ്കിൽ ജനുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും 2026 ജനുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും സെയിൽ നമ്പർ കൂടി എന്നുള്ളത് തികച്ചും അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CNG എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി
അവരുടെ കാറുകളിൽ ആഫ്റ്റർ മാർക്കറ്റ് എന്നുള്ള രീതിക്ക് എനിക്ക് എന്നെ കാണാൻ കഴിയുള്ളൂ. കാരണം ഫാക്ടറി ഫിറ്റഡ് CNG അല്ല, അവരുടെ ഷോറൂമിൽ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2026 ജനുവരി മാസത്തിൽ സെയിൽ നമ്പർ ഉയർന്നു. 6193 യൂണിറ്റുകളായിട്ട് അത് വർദ്ധിച്ചു എന്നുള്ളതാണ്. 6ാം സ്ഥാനത്ത് കൊറിയൻ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ഹ്യുണ്ടായുടെ തന്നെ ഒരു സബ്സിഡറി ബ്രാൻഡായിട്ടുള്ള കിയയാണ്. കിയയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സെൽറ്റോസ് ഒക്കെ നല്ല രീതിക്ക് മാർക്കറ്റിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ എല്ലാ വാഹനങ്ങളും മികച്ച സ്റ്റൈലിംഗ് ഉണ്ട്. ഇൻറ്റീരിയർ കംഫർട്ട്, ഫീച്ചർ കാര്യങ്ങളെല്ലാം വളരെ മികച്ചതാണ്. ഒരു പ്രീമിയം ഫീച്ചർ അല്ലെങ്കിൽ പ്രീമിയം ഫീല് എപ്പോഴും നമുക്ക് കിയയുടെ വാഹനങ്ങളിൽ തോന്നും. തീർച്ചയായിട്ടും അവരുടെ ഷോറൂമിൽ നിന്ന് തന്നെ നമുക്കത് ആ ഒരു ഫീലിംഗ് വരും. കാരണം ഒരു പ്രീമിയംനെസ് എല്ലാ കാര്യത്തിലും ഉണ്ട്. 2025 ഡിസംബർ മാസത്തിൽ 18,659 യൂണിറ്റുകളാണ് ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞതെങ്കിൽ ജനുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും കാര്യമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ടായി. 27,603 യൂണിറ്റുകളാണ് 2026 ജനുവരി മാസത്തിൽ കിയയുടെ മൊത്തം വാഹനങ്ങൾ വിറ്റ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18,000-ൽ നിന്നും 27,000 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് മാറുമ്പോൾ വലിയൊരു ജമ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി 5ാം സ്ഥാനത്ത് മാരുതി സുസുക്കിയുടെ വാഹനങ്ങളെ റീബാഡ്ജ് ചെയ്ത് വിൽക്കുന്ന ഒരു കാറ്റഗറിയിലുള്ള വാഹനങ്ങൾ കൊടുക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനി ടൊയോട്ട. അവരുടെ വാഹനങ്ങളും അവർ കൊടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരുടെ വാഹനങ്ങളൊക്കെ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള വാഹനങ്ങളല്ല എന്നുള്ളതാണ്. മാരുതിയുടെ വാഹനങ്ങൾ റീബാഡ്ജ് ചെയ്ത് വിൽക്കുന്നതോടുകൂടി തന്നെ ഇവരുടെ വാഹന ടോട്ടൽ ആ ഒരു സെയിലിൻ്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബർ 2025 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 34,159 യൂണിറ്റുകളാണ് ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഗ്ലാൻസ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം റൂമിയോൺ എന്ന് പറയുന്ന മാരുതി സുസുക്കിയുടെ വാഹനം, അവിടെ റീബാഡ്ജ്ഡ് വേർഷനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർബൻ ക്രൂയിസർ ടൈസർ, അത് ഫ്രോങ്സിൻ്റെ റീബാഡ്ജ്ഡ് വേർഷനാണ്. അത്തരം വാഹനങ്ങളൊക്കെ ഇവരുടെ സെയിൽ നമ്പർ ഉയരാനായിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷേ പ്യുവർ ടൊയോട്ട വാഹനം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ടൊയോട്ടയുടെ ഒരുപാട് നല്ല വാഹനങ്ങളുണ്ട്. പക്ഷേ മാരുതിക്ക് ഒരു ബെനിഫിറ്റ് കിട്ടിയത് ഹൈബ്രിഡ് ടെക്നോളജി, സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജിയിലുള്ള വാഹനങ്ങൾ ടൊയോട്ട നിർമ്മിച്ചിട്ട് മാരുതിക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. 2025 ഡിസംബർ മാസത്തിൽ 34,159 യൂണിറ്റുകൾ വിറ്റെങ്കിൽ ആ സെയിൽ നമ്പർ കുറഞ്ഞു എന്നുള്ളതാണ് 2026 ജനുവരിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. 30,630 യൂണിറ്റുകൾ മാത്രമാണ് ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ 5ാം സ്ഥാനത്ത് ടൊയോട്ട കിർലോസ്കറാണ് വന്നിട്ടുള്ളത്. 4ാം സ്ഥാനത്ത് ഇന്ത്യൻ കാർ നിർമ്മാണ മേഖലയിൽ തന്നെ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളുടെ വ്യക്തമായിട്ടുള്ള ആധിപത്യം കൊണ്ട് തന്നെ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് ഹ്യുണ്ടായി. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ ആയിക്കോട്ടെ, മഹീന്ദ്ര ആയിക്കോട്ടെ, ടെക്നോളജി വൈസ് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് അവർക്ക് വന്നിട്ടുണ്ട്. എക്സ്പെഷ്യലി മഹീന്ദ്രയുടെ കാര്യം, സസ്പെൻഷൻ എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ മഹീന്ദ്ര കാണിക്കുന്ന ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മളത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. മഹീന്ദ്രയുടെ ഇലക്ട്രിക് കാറുകളുടെ ടെക്നോളജി എന്നൊക്കെ പറയുന്നത് ഒരു ഇന്ത്യൻ വാഹന നിർമ്മാണ മേഖലയെ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഇന്ത്യൻ മാനുഫാക്ചറിന് തന്നെ വലിയൊരു കുതിച്ചു ചാട്ടം എന്ന് തീർച്ചയായിട്ടും പറയാം. ഹ്യുണ്ടായി 2025 ഡിസംബർ മാസത്തിൽ 42,416 യൂണിറ്റുകളാണ് ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞതെങ്കിൽ ജനുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും വെന്യൂ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പ്രസൻസ്, പുതിയൊരു വാഹനം അവർ ലോഞ്ച് ചെയ്തു. അതുമാത്രമല്ല ക്രെറ്റ ഓൾവേസ് ആ ഒരു സെഗ്മെൻറ്റ് ലീഡറാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ 2026 ജനുവരി മാസത്തിൽ 59,107 യൂണിറ്റുകളായിട്ട് അത് ഉയർന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെന്യൂവിന് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ട് ഇത്തരത്തിൽ സെയിൽ നമ്പർ ഉയരാനായിട്ടുള്ള കാരണത്തിൽ. പ്രധാനമായിട്ടും ഇനി ഹ്യുണ്ടായുടെ മികച്ച വാഹനങ്ങൾ വരുന്നുണ്ട്. ബയോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ കോമ്പാക്ട് SUV ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. ഇനി 3ാം സ്ഥാനത്ത് മഹീന്ദ്രയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സസ്പെൻഷൻ മികവിലൊക്കെ മഹീന്ദ്ര വളരെയധികം മുമ്പോട്ട് നിൽക്കുകയാണ്. ടെക്നോളജിക്കലി വളരെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ മെക്കാനിക്കലി അവർ വളരെയധികം മുമ്പോട്ട് പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയം കൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2025 ഡിസംബർ മാസത്തിലെ ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ടോട്ടൽ വിറ്റ വാഹനങ്ങളുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹീന്ദ്ര വിറ്റ വാഹനങ്ങൾ 50,946 യൂണിറ്റുകളാണ്. എന്നാൽ 2026 ജനുവരി മാസത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 63,510 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പ്യുവർ ആയിട്ടുള്ള SUV വാഹനങ്ങൾ മാത്രമാണ്. മഹീന്ദ്രയുടെ വാഹനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ എഞ്ചിൻ, ടോർക്കി ആയിട്ടുള്ള എഞ്ചിൻ, ഡീസൽ എഞ്ചിനാണ് കൂടുതൽ അവർക്ക് മാർക്കറ്റ് ഷെയർ കൊണ്ടുവന്ന് തരുന്നത്. പ്രധാനമായിട്ടും സസ്പെൻഷൻ അതുപോലുള്ള മെക്കാനിക്കൽ സൈഡിലൊക്കെ വളരെ മികച്ച വ്യത്യാസങ്ങൾ അവർ കൊണ്ടുവന്നു. ഡാർവിൻ C സസ്പെൻഷൻ എന്നുള്ള രീതിയിലുള്ള സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് മഹീന്ദ്ര 7XOയിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മെക്കാനിക്കലി ഇവരുടെ വാഹനങ്ങൾ ഒരുപാട് മാറിക്കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. ഇനി 2ാം സ്ഥാനത്തേക്ക് മറ്റൊരു വാഹന നിർമ്മാണ കമ്പനിയാണ്, മറ്റൊരു ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനിയാണ്. നമുക്കറിയാം അത് ടാറ്റ മോട്ടോഴ്സാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ ഒരുപാടുണ്ട്. അതുമാത്രമല്ല ഐസ് വാഹനങ്ങളാണെന്നുണ്ടെങ്കിലും
അവർ ഒരുപാട് കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും SUV വാഹനങ്ങൾ തന്നെയാണ് അവർ കൊണ്ടുവരുന്നത്. പക്ഷേ സർവീസിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടാറ്റ മോട്ടോഴ്സ് മാരുതി സുസുക്കിയുടെ ഷെയറിന് കാര്യമായിട്ട് ഒരു ത്രട്ടായിട്ട് മാറും എന്നുള്ളത് 100% ഉറപ്പാണ്. 51% മാരുതി സുസുക്കിയുടെ ഷെയർ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ 43% ആയി കഴിഞ്ഞു എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളുടെ ഒരു നല്ല രീതിക്കുള്ള ഒരു കോമ്പറ്റീഷൻ കൊണ്ട് തന്നെയാണ്. 2025 ഡിസംബർ മാസത്തിൽ 50,046 യൂണിറ്റുകളാണ് ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞതെങ്കിൽ 2026 ജനുവരി മാസം വുഡ് യു ബിലീവ് 72,222 യൂണിറ്റുകളായിട്ട് ഉയർന്നു എന്നുള്ളതാണ്. സിയറ എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ വാഹനത്തെക്കുറിച്ച് നമുക്കറിയാം. അത് ടെക്നോളജി വൈസ് ആണെന്നുണ്ടെങ്കിലും സസ്പെൻഷൻ വൈസ് ആണെന്നുണ്ടെങ്കിലും പ്ലാറ്റ്ഫോം വൈസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു വാഹനം ഈവൻ ഹൈപ്പീരിയൺ എഞ്ചിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ ഇമ്പാക്റ്റാണ് ആ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയത്. പക്ഷേ പഞ്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ, പുതിയ പഞ്ച്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ടർബോ പെട്രോൾ അതിനകത്ത് ആഡ് ചെയ്ത് എന്നുള്ളതാണ്. ഡീസൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സെഗ്മെൻറ്റിൽ ആ ഒരു വാഹനം നമ്പർ 1 പൊസിഷനിലേക്ക് പോകും. തീർച്ചയായിട്ടും ഇപ്പോഴും പഞ്ചിന് അതിൻ്റേതായിട്ടുള്ളൊരു മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടാറ്റ മോട്ടോഴ്സ് വളരെ മികച്ച ഒരു കോമ്പറ്റീഷനാണ് മാരുതി സുസുക്കി കൊടുക്കുന്നത്. ഇനി ഒന്നാം സ്ഥാനത്ത് വാഹന നിർമ്മാണ കമ്പനി നമുക്കറിയാം, ഒരു ഡൗട്ടുമില്ല, അത് മാരുതി സുസുക്കി തന്നെയാണ്. 2026 ജനുവരി മാസത്തിൽ മാരുതി സുസുക്കി ടോട്ടൽ വിറ്റ കാറുകളുടെ കണക്കെടുക്കുമ്പോഴത്തേക്കും 1,74,529 യൂണിറ്റുകളാണ്. പക്ഷേ ഡിസംബറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നോ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്. ഒരു 4,000 യൂണിറ്റിൻ്റെ വ്യത്യാസം തീർച്ചയായിട്ടും അവിടെയുണ്ട്. 1,78,646 യൂണിറ്റുകളാണ് 2025 ഡിസംബർ മാസത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞത്. എന്നാൽ ജനുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും 1,74,529 അത് കുറഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് ആയിക്കോട്ടെ, സിയാസ് ആയിക്കോട്ടെ, എസ്പ്രസോ ആയിക്കോട്ടെ, ഇതെല്ലാം ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന വാഹനങ്ങളാണ്. എടുത്ത് വീണ്ടും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വാഹനങ്ങൾക്കൊക്കെ ഇപ്പോൾ താരതമ്യേന ഓഫേഴ്സ് കുറവായിരിക്കും. സിയാസ് ഓൾറെഡി പറയാതെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. പറയാതെ പറയുക എന്ന് പറയില്ലേ, ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നവർ പറയില്ല. പക്ഷേ വാഹനം ഓൾമോസ്റ്റ് ഡിസ്കണ്ടിന്യൂ ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. 2027 മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നല്ല മൈലേജ് ഉണ്ടായിരിക്കും. 30+ ഒക്കെ ആയിരിക്കും ആ ഒരു വാഹനത്തിന് അവർ മൈലേജ് ക്ലെയിം ചെയ്യാൻ പോകുന്നത്. 5% GST, ഇലക്ട്രിക് കാറിൻ്റെ GST ആയിരിക്കും അവർ ക്ലെയിം ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു അഫോർഡബിൾ റേഞ്ച്, അതായത് കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ റേഞ്ചിൽ അത്തരം വാഹനങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കും എന്നൊരു വിശ്വാസമുണ്ട്. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.